ഹലോ, നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധി ആകെ ആ വീടൊക്കെ മാറ്റി മറിക്കുകയാണ് അല്ലേ. രാവിലെ 7 മണി കഴിഞ്ഞപ്പോഴേക്കും എല്ലാത്തിനും സുധീഷിനെയും ഹരീഷിനെയും നിതീഷിനെയും ഒക്കെ ഉണർത്തി അവരവരുടെ ഡ്യൂട്ടികളൊക്കെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, വേണ്ട നിധി, ഇനിയിപ്പോൾ അവന്മാർ ദേഷ്യപ്പെടും, അവന്മാരൊന്നും നേരെയാവാൻ പോണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും നിധി പറഞ്ഞു, സുഭാഷ് ഏട്ടൻ കണ്ടോ, ഒരാഴ്ച ഇത് തുടർന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അങ്ങോട്ട് എഴിച്ചോളും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നിധി മുറ്റടിക്കാനായിട്ട് പോകണം കേട്ടോ. മുറ്റടിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഭാസ്കറിൻ്റെ കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കളിയാക്കൽ. ഹലോ മിസ്റ്റർ മരുമകൾ എന്നും പറഞ്ഞൊക്കെ വലിയ ഡയലോഗ് അടിക്കും. അപ്പോൾ നിതീഷ് അപ്പുറത്തിരുന്ന് മുറ്റടിക്കുകയായിരിക്കും കേട്ടോ. അല്ല സോറി, പല്ലി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിധി ചൂലെടുത്ത് മുറ്റടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭാസ്കരൻ പറഞ്ഞ്, മരുമകളെ മുറ്റടി കഴിഞ്ഞാൽ പെരപ്പുറം അടിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. നിധിയെ കളിയാക്കി പറയുന്നതാണ്. എന്നിട്ട് ഭാസ്കരൻ പതുക്കെ ഇറങ്ങി സൈക്കിൾ എടുത്തുകൊണ്ട് ഒരു ബീഡിയൊക്കെ കത്തിച്ച് പോവാണ്. അപ്പോൾ ആ സമയത്ത് നിധി പറയും, അച്ഛ എന്തിനാണ് എപ്പോഴും ഈ ബീഡിയൊക്കെ ഇങ്ങനെ എപ്പോഴും വലിക്കണേന്ന് ചോദിക്കും. ഇന്നലെ വലിച്ചു കൂട്ടിയതാ ഇതെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഭാസ്കരൻ സൈക്കിളൊക്കെ അങ്ങോട്ട് നേരെ വെച്ചിട്ട് പറയാം, അതെ ഇന്നലെ തീരെ കുറവായിരുന്നു, ഇന്ന് ഞാൻ കൂടുതൽ വലിച്ചോളാം എന്ന് പറയാം. അല്ല, ഇങ്ങനെ വലിക്കുമ്പോൾ എന്തെങ്കിലും അസുഖം വരുമല്ലോ. എനിക്കോ എന്ത് അസുഖം വരാൻ, സ്ട്രോങ് ബോഡിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, അതെ ഇത് എൻ്റെ വീട് എൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നിധീനെ ഒന്ന് ആക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നിതീഷ് അവിടെ നിന്ന് പറയുന്നുണ്ട്, അച്ഛാ എന്ന് വെച്ചാൽ അങ്ങനെ സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ സുധീഷ് വന്നിട്ട് പറയുന്നുണ്ട്, അവളോട് അങ്ങനെയൊക്കെയാണോ അച്ഛാ, നിധിയോട് അങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? എടാ, നീ നിൻ്റെ ഭാര്യേനെ ഓച്ചാനിച്ച് ഇങ്ങനെ നിന്നാൽ മതി, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഇത് എൻ്റെ വീടാണ്, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ സിഗരറ്റ് വലിക്കും, അതെൻ്റെ ഇഷ്ടമാണ്. അല്ല, മറ്റുള്ളവർക്കും കൂടെ രോഗം വരും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ആണോ, എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ടൊക്കെ കമൻറ്റ് അടിച്ചിട്ട് അങ്ങ് പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട് നിധിയുടെ അടുത്ത് ഭാസ്കരൻ, ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ടെന്ന് ഇത് ഇവൻ്റെ തലയിൽ അങ്ങോട്ട് കമത്തി കൊടുക്കാൻ പറയുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇവൻ്റെ ദേഷ്യം അങ്ങോട്ട് കിടക്കണം. കാരണം സുധീഷിന് ദേഷ്യം വന്നു. നിധീനെ ഭാസ്കരൻ ഒരു തരം കളിയാക്കിക്കൊണ്ടിങ്ങനെ പറഞ്ഞതും പിന്നെ എൻ്റെ വീടാണ് എൻ്റെ ഇഷ്ടം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിധിയുടെ മുഖമൊക്കെ ഒന്ന് മാറിയായിരുന്നു. എന്നാലും പോട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഭാസ്കരൻ എൻ്റെ സൈക്കിൾ എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ സുധീഷ് ഇങ്ങനെ കൈയെടുത്ത് ഓങ്ങിയിട്ട് ഇങ്ങനെ എന്നെ ചെയ്യാനാ എന്നുള്ള രീതിയിൽ സുധീഷ് ഇങ്ങനെ പോയപ്പം നിധി പറയും, അതെ അത് അച്ഛൻ്റെ മെക്കിട്ടൊന്നും അങ്ങനെയൊന്നും കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നിധി പറയും, കുറച്ച് ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയാം. അപ്പോൾ സുധീഷ് ചോദിക്കും, എന്തിനാ എൻ്റെ തലയിൽ ഒഴിക്കാൻ, അച്ഛൻ പറഞ്ഞതുപോലെ. അതിനൊന്നുമല്ല, ഈ മുറ്റത്ത് ഇച്ചിരി വെള്ളം തെളിക്കാൻ, പൊടി പറക്കാണ്ടിരിക്കാൻ. അങ്ങനെ ചെന്ന് ബക്കറ്റിലെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുക. അപ്പം നിധി പറയും, അതെ ബക്കറ്റിലെ വെള്ളം അവിടെയൊക്കെ ഒന്ന് തളിക്ക്, പൊടി പറക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ സുധീഷ് പതുക്കെ തളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സുഭാഷും ഹരീഷൊക്കെ വരുന്നു. അപ്പോൾ സുഭാഷ് പറയും, എന്തിനാ നിധി മുറ്റടിക്കണേ, ഞാൻ അടിച്ചോളാം. അങ്ങനെ എല്ലാ പണിയും കൂടെ സുഭാഷേട്ടൻ ചെയ്യണ്ട, ഞങ്ങളും ഇവരും ഒക്കെ എല്ലാവരും കൂടെ അങ്ങോട്ട് ചെയ്യട്ടെ, അപ്പോഴും ഒരാൾ എന്നെ എല്ലാ പണിയും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിധി പറയണം. എന്നിട്ട് വെള്ളം തളിച്ച് കഴിയും. എന്നിട്ട് സുധീഷിൻ്റെ അടുത്ത് ഈ ചൂലങ്ങോട്ട് പിടിക്കാൻ പറയും. അതെ, ഇന്ന് തൊട്ട് നിങ്ങൾ മാറി മാറി മുറ്റടിച്ചോണം. ഇന്ന് സുധീഷ്, നാളെ ഹരീഷ്, മറ്റന്നാൾ നിതീഷ്, അങ്ങനെ മാറി മാറി അടിച്ചോണമെന്ന് പറയുന്നുണ്ട്. അവസാനം ഗതി കേട്ട് അടിക്കേണ്ടി വരികയാണ്. എന്നിട്ട് നിധി പറയുന്നുണ്ടേ, ഞാൻ പോയി ചായ ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ എന്ന്. അപ്പം നമ്മുടെ നിതീഷ് പറയും, അയ്യോ റിസ്ക് എടുക്കണോ അത്രയും വലിയ, കാരണം കഴിഞ്ഞ പ്രാവശ്യം ചായ കുടിച്ചതിൻ്റെ ഇത് മാറിയിട്ടില്ല, ഹാങ് ഇതുവരെ മാറിയിട്ടില്ല. അപ്പം നിധി പറയും, അതെ ഞാൻ സുഭാഷേട്ടൻ പറഞ്ഞു തരുന്നതനുസരിച്ച് ചോദിച്ചിട്ടാണ് ചെയ്യാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് അടുക്കളയിൽ കയറാം. അങ്ങനെ പാകത്തിന് പാലൊക്കെ വെച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് മധുരമൊക്കെ ഇട്ട് അങ്ങനെ ചായയൊക്കെ തിളച്ച്, അപ്പം സുഭാഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത്ര സ്പൂണ് തേയില, ഇത്ര ഇത് പഞ്ചസാരയൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ. അതനുസരിച്ച് നിധി എല്ലാം റെഡിയാക്കി ചായയൊക്കെ അരിച്ചെടുത്ത് ഗ്ലാസ്സിലാക്കി. എന്നിട്ട് ആദ്യത്തെ ചായ സുഭാഷിന് എന്നെ കൊടുക്കുകയാണ്. അപ്പോൾ സുഭാഷ് കഴിഞ്ഞ് നല്ല സൂപ്പർ ചായ എന്ന് പറഞ്ഞു, കാരണം നന്നായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ സുഭാഷും നിധിയും കൂടെ വന്ന് നേരെ സുധീഷിന് കൊടുത്തു. സുധീഷ് നല്ല അഭിപ്രായം പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നിതീഷിന്, അത് കഴിഞ്ഞിട്ട് ഹരീഷിനും കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ചായയൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് അവർ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവരോരോ പണിക്ക് പോവാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ സുധീഷിൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാം കേട്ടോ. കണ്ടിട്ട് പറയാം, അവർക്ക് എന്തൊക്കെ കൺസ്ട്രക്ഷൻ കമ്പനി അങ്ങനെ എന്തൊക്കെയുള്ള ടീമാണ്. അപ്പോൾ സുധീഷിൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടാണ്. അപ്പം ആ ഫ്രണ്ടിനെ കണ്ടിട്ട് പറയും, ഇങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു, ഇങ്ങനെ നിധി പേരുള്ള കുട്ടിയെ കല്യാണം കഴിഞ്ഞാൽ നല്ല ക്വാളിഫൈഡ് ആണ്, അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു ജോലി നിൻ്റെ കമ്പനിയിൽ പറ്റും. അപ്പോൾ അയാൾ പറയും, എടാ അച്ഛനാണ് കമ്പനി കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ സുധീഷ് പറയും, എടാ എന്തെങ്കിലും പോസ്റ്റ് മതി, കാരണം വെച്ചാൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളതല്ല, അപ്പോൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ അയാൾ പറയും, സുധീഷിൻ്റെ ഫ്രണ്ട് പറയടാ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സുധീഷ് പറയുന്ന ഒരു കാര്യം ചെയ്യോ, ഞാൻ നമുക്ക് വേണ്ടി ജോലിക്ക് ട്രൈ ചെയ്തു എന്ന് കാണിക്കാനാണെങ്കിൽ നീ ഒരു ഇൻ്റർവ്യൂ എങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യുക, ഒരു 10 മിനിറ്റത്തെ. അപ്പോൾ അയാൾ പറ്റില്ലടാ, അച്ഛൻ അറിഞ്ഞാൽ അന്ന് സമ്മതിക്കില്ല, കാരണം ഇപ്പം വേക്കൻസി ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സുധീഷ് നിർബന്ധിക്കുമ്പോൾ അയാൾ പറയും, ഒരു കാര്യം ചെയ്ത് നീ നാളെ വാ, എനിക്ക് ഉറപ്പൊന്നുമില്ല ഇൻ്റർവ്യൂ എന്നെ നടത്താൻ പറ്റുമെന്നുള്ളത്, നാളെ പറയാം, നീ എന്തായാലും റെഡിയായിട്ട് നാളെ അവളെയും കൂട്ടി വരാൻ പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഓക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നിധി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ വീട്ടിൽ. എന്നിട്ട് നേരെ നമ്മുടെ നിതീഷിൻ്റെ അടുത്ത് കൊണ്ട് പറയാം, നിതീഷേ നിനക്ക് ഇന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇല്ല ഏട്ടത്തി പറഞ്ഞോ, നമുക്ക് ഇന്ന് അമ്പലത്തിൽ പോയാലോ? ഓക്കെ പറഞ്ഞ് അങ്ങനെ നിതീഷ് 10 മിനിറ്റ് തൊട്ട് റെഡി ആയിട്ട് വരികയാണ്. എന്നിട്ട് നിതീഷിൻ്റെ മേക്കപ്പ് ഒന്നും തീരില്ല, കാരണം നിതീഷ് മുടിയൊക്കെ മീശയൊക്കെ താടിയൊക്കെ ഭയങ്കര കുട്ടപ്പനാവുകയാണ്. അപ്പം നിധി പറഞ്ഞു, എടാ മതിയടാ, സുന്ദരനാ നീ, പിന്നെ ഏട്ടത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ അതിൻ്റേതായ ഒരു സെറ്റപ്പൊക്കെ വേണ്ടേ, ഒന്നുമില്ലെങ്കിൽ അത്രയെങ്കിലും അവിടെ ഒന്നും എത്തൂല, എന്നാലും കുറച്ചെങ്കിലും സെറ്റപ്പ് ആവണ്ടേ. പിന്നെ ഞാൻ അതിന് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നിതീഷ് പറയാം, അതിന് പൊന്നും കുടത്തിന് എന്തിനാ പൊട്ട്, അത്ര നല്ല ഭംഗിയല്ലേ എൻ്റെ ഏട്ടത്തിയെ കാണാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് രണ്ടുപേരും കൂടെ നിങ്ങൾ അമ്പലത്തിലൊക്കെ ഇങ്ങനെ പോകാറുണ്ടോ എന്നൊക്കെ നിധി ചോദിക്കും. അപ്പോൾ നിതീഷ് പറയും, പിറന്നാൾ വരുമ്പോൾ സുഭാഷേട്ടൻ കൊണ്ടുപോകും, അല്ലാണ്ട് അമ്പലത്തിൽ പിന്നെ ഉത്സവം വരുമ്പം പോവും. ആ ഉത്സവ ടൈമിൽ പോയി കഴിഞ്ഞാലും അകത്തൊന്നും കയറൂല, പുറമേ ഇങ്ങനെ നിൽക്കലും മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ നിതീഷ് പറയുന്നുണ്ട്. അതെന്താ അമ്പലത്തിൽ പോവാത്ത, എന്തിനായിട്ടെത്തി അമ്പലത്തിൽ പോകണത്, പോയി പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കില്ല, പക്ഷേ ഇന്ന് ഞാൻ അമ്പലത്തിൽ കയറും, എൻ്റെ പ്രാർത്ഥന ഒരു കാര്യം ദൈവം കേട്ടു എന്ന് പറയും. അപ്പോൾ നിധി ചോദിക്കും, അതെന്താ? അതൊന്നും പറയില്ല, എന്നാലും പറയാം, എൻ്റെ അടുത്തും പറയില്ലേ എന്ന് നിധി ചോദിക്കും. അപ്പോൾ നിതീഷ് പറയും, അതെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ വീട്ടിൽ എൻ്റെ ഏട്ടന്മാർ, അതായത് സുഭാഷ് ഏട്ടൻ്റെ കാര്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞത്, ഒരു പെൺകുട്ടി ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറണേന്ന്. പക്ഷേ അപ്പോൾ സുഭാഷ് ഏട്ടൻ എന്നുള്ളത് സുധീഷ് ഏട്ടനായെങ്കിലും ഞാൻ ഹാപ്പിയാണ്, ഇന്ന് പോകുമ്പോൾ ഇനി സുഭാഷ് ഏട്ടൻ്റെ കാര്യം കൂടെ പറയണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിതീഷും കൂടെ അങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ പുറകെ നിന്ന് ആരോ വിളിക്കാട്ടോ. അപ്പോൾ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സുനന്ദി ഓടിക്കൊണ്ട് വരാം, സുനന്ദി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഓടി വരുന്ന കേട്ടോ. അപ്പോൾ ചോദിക്കും, നിങ്ങളെങ്ങോട്ടാണ് പോണേ? അപ്പോൾ നിധി പറയും, ഞാൻ അമ്പലത്തിൽ പോണേ. നീ എങ്ങോട്ടാണ് പോണേ നിതീഷേ? ഞാനും അമ്പലത്തിലാണ്. ഞാനും അമ്പലത്തിൽ, ഈ ഇവിടുത്തെ അമ്പലത്തിലാണോ? അതേന്ന് പറയാം. അങ്ങനെ അവർ 3 പേരും കൂടെ പോകട്ടോ. എൻ്റെ സുനന്ദി പറയും, നിധീനെ കാണാൻ ഇന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നിധിയും പറയും, സുനന്ദിനെ കാണാൻ അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ടോ, ഈ ഡ്രസ്സും കൂടെ ഇട്ടപ്പോൾ അടിപൊളിയാന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് അമ്പലത്തിലൊക്കെ എത്തി തൊഴുത് അങ്ങനെയൊക്കെ നിൽക്കണം. അപ്പോൾ നമ്മുടെ നിതീഷും കൂടെ മാറി അമ്പലത്തിൻ്റെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുനന്ദി ഇങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ എന്താ പ്രാർത്ഥിച്ചൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പം നിതീഷിനോട് ചോദിക്കുന്നുണ്ട്, സുനന്ദിക്ക് സുഭാഷേനെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ? ഇഷ്ടമൊക്കെയാണ്, ചേട്ടനെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഇഷ്ടമുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ പിന്നെ എന്താ അവരെ കല്യാണം നടത്തിക്കാത്ത? അപ്പം നിതീഷ് പറയും, നമ്മളെ കുടുംബത്തിലെ കാര്യങ്ങൾ ഏട്ടത്തേക്ക് മനസ്സിലായില്ലേ ഇത്രയും ദിവസം കൊണ്ട്, അച്ഛനും പെങ്ങളും ഒക്കെ തമ്മിലുള്ള ആ കീരിയും പാമ്പുമായിട്ടുള്ള ഇതൊക്കെ കണ്ടില്ലേ എന്നൊക്കെയുള്ള, എന്ന് വെച്ചാൽ എപ്പോഴും കണ്ടാലും വഴക്കല്ലേ. അപ്പോൾ അതൊക്കെ നിതീഷ് പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സീനൊക്കെയാണ് ഇന്നത്തെ ഏകദേശം ഒരു പ്രൊമോയിലൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ഇനി വരുന്ന സീനിലൊക്കെ ഇനിയിപ്പോൾ ചിലപ്പോൾ നാളെ നിധി അതിനിപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യങ്ങൾ കാണിക്കുമായിരിക്കും. എന്തായാലും നിധി ആ വീട്ടിലാകെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഇതിനിടയിൽ നിധിക്ക് ഹോസ്റ്റലിലും കൂടെ നിൽക്കാൻ ഫുഡ് ആൻഡ് അക്കോമഡേഷനോട് കൂടി ഒരു ജോലിയൊക്കെ വേറെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നിധി വീട് വിട്ട് പോകുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലൊക്കെയാണത്. എന്തായാലും നമുക്ക് നോക്കാം. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് പോകാട്ടോ. അപ്പോൾ സുധീഷാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിധിക്ക് ഒരു ഇന്ന് കാണിക്കുന്ന എപ്പിസോഡിൽ തന്നെ ഒരു ടെക്സ്റ്റൈൽസിൽ ചെന്നിട്ട് നിധിക്ക് എന്ത് ഡ്രസ്സ് വാങ്ങണം എന്നുള്ളത് സുധീഷിന് അറിയില്ല. എന്നിട്ട് നൈറ്റി കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നൈറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. അങ്ങനെ ആ പെൺകുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട് നൈറ്റി വേണമെന്ന്. അപ്പോൾ നല്ല കൂടിയ ഐറ്റം തന്നെ എടുത്തോളാൻ പറയുന്നുണ്ട്. അപ്പോൾ അളവൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ആ കുട്ടിയുടെ അളവ് ഏകദേശം ചരിച്ചും പിടിച്ചുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചരിഞ്ഞൊക്കെ നിൽക്കാൻ പറയും. ഈ ഒരു ഇതൊക്കെ മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് കുറച്ച് നല്ല ചിരിയാണെന്നൊക്കെ ആ കുട്ടിയുടെ അടുത്ത് പറയാം. അപ്പോൾ
ടെക്സ്റ്റൈൽസിൽ നിന്ന് കുട്ടി ചോദിക്കും, ചേട്ടൻ ആർക്ക് വേണ്ടിയിട്ടാണ് നൈറ്റി എടുക്കുന്നത്? അത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. ഭാര്യയ്ക്ക് വേണ്ടി നൈറ്റി എടുക്കാൻ വന്നാലും പഞ്ചാരയ്ക്ക് ഒരു കുറവുമില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുക കേട്ടോ. അങ്ങനെ നൈറ്റിയൊക്കെ ആ കുട്ടിയെ എടുത്ത് നിവർത്തി ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, സൂപ്പറാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹരീഷ് ആ ടെക്സ്റ്റൈൽസിൽ എന്തോ വാങ്ങാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഹരീഷ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സീനോട് കൂടെയാണ് ഇന്നത്തെ പ്രൊമോ വൈൻഡപ്പ് ആവുന്നത്. അപ്പോൾ എന്തായാലും കാട്ടുതേക്കിൽ കൂടെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ശുഭദിനം പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.